നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ശബരിമലയിൽ അപ്പം അരവണ വിൽപ്പനയിൽ റെക്കോർഡ് നേട്ടം. 18,74,79,455 രൂപയുടെ വർധന. കൂടാളിയിലെ എല്ലാ ക്ലാസ് മുറികളിലും സയൻസ് കലണ്ടർ. കളർ കോഡ് അപകടം, വാഹന ഉടമയ്ക്കെതിരെ കേസെടുത്തു. കരുതലും കൈത്താങ്ങും. താലൂക്ക് തല അദാലത്തുകൾ ജില്ലയിൽ ഡിസംബർ 9 മുതൽ 16 വരെ. കണ്ണൂർ നഗരപാത വികസനം പദ്ധതി 1-ാം ഘട്ടം 1 മാസത്തിനകം ടെൻഡറാകും. സന്നിധാനത്ത് കൂട്ടം തെറ്റിയലഞ്ഞു. കുഞ്ഞിന് തുണയായി പോലീസിന്റെ റിസ്റ്റ് ബാൻഡ്. സീരിയൽ വിരുദ്ധനല്ല, നിരോധിക്കണമെന്നല്ല പറഞ്ഞത്. ആത്മയ്ക്ക് പ്രേംകുമാറിന്റെ മറുപടി. ദേശീയപാത നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി. അനുകൂലമായ സമീപനമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. ശബരിമലയിൽ അരവണ അപ്പം വിൽപ്പനയിൽ റെക്കോർഡ് വർധന. നവംബർ 16 മുതൽ ഡിസംബർ 5 വരെ 60,54,95,040 രൂപയുടെ വിൽപ്പന നടന്നതായി ദേവസ്വം ബോർഡ് അറിയിച്ചു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 42,20,15,585 രൂപയാണ് അപ്പം അരവണ വിൽപ്പനയിൽ ലഭിച്ചത്. ഈ വർഷം ഡിസംബർ 5 വരെ അരവണ വിൽപ്പനയിലൂടെ 54,37,500 രൂപയും അപ്പം വിൽപ്പനയിലൂടെ 6,17,94,540 രൂപയും ലഭിച്ചു. 18,34,74,79,455 രൂപയാണ് ഇക്കുറി ഈ രംഗത്തെ വർധന. ആദ്യ 12 ദിവസത്തിനുള്ളിൽ അപ്പം വിറ്റുവരവ് 3,53,28,555 രൂപയായിരുന്നു. അരവണ വിൽപ്പനയാകട്ടെ 28,93,86,310 രൂപയും. സന്നിധാനത്തെ ആഴിക്ക് സമീപത്തുള്ള 10 കൗണ്ടറുകളിലൂടെയും മാളികപ്പുറത്തുള്ള 8 കൗണ്ടറുകളിലൂടെയുമാണ് അപ്പം അരവണ വിൽപ്പന നടക്കുന്നത്. അയ്യപ്പ ഭക്തർക്ക് പോസ്റ്റലായും അപ്പവും അരവണയും വാങ്ങാനുള്ള സംവിധാനവും ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. സീരിയൽ സെൻസറിങ്ങുമായി ബന്ധപ്പെട്ട തന്റെ സദുദ്ദേശപരമായ പരാമർശങ്ങൾ പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടെന്നും പ്രസ്താവനയ്ക്കെതിരെ അഭിനേതാക്കളുടെ സംഘടനയായ ആത്മ രംഗത്തു വന്നത് എന്തിനാണെന്ന് മനസ്സിലായില്ലെന്നും നടനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ പ്രേംകുമാർ. ആത്മയ്ക്ക് എഴുതിയ തുറന്ന കത്തിലാണ് പ്രേംകുമാർ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഞാനൊരു സീരിയൽ വിരുദ്ധനല്ല, സീരിയലുകളെ നിരോധിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ചില സീരിയലുകളുടെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള വിമർശനമാണ് ഞാൻ ഉയർത്തിയത്. ഞാൻ കൂടി അംഗമായ ആത്മയിലെ ആരെയും അപമാനിച്ചിട്ടില്ല. കാള പെട്ടെന്ന് കേട്ടയുടൻ കയറെടുക്കരുത്. കൊച്ചിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സീരിയലുകളുടെ സെൻസറിങ്ങുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി 10 വർഷങ്ങൾക്ക് മുമ്പ് ഇത് സംബന്ധിച്ച് ഞാൻ പറഞ്ഞ എന്റെ നിലപാട് ആവർത്തിക്കേണ്ടി വന്നു. സദുദ്ദേശത്തോടെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പലതരത്തിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. ഞാൻ കൂടി അംഗമായ ആത്മ എന്ന അഭിനേതാക്കളുടെ സംഘടനയിലെ ഏതെങ്കിലും ഒരംഗത്തിന്റെ അഭിനയം മോശമാണെന്ന് പറഞ്ഞിട്ടില്ല. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആരെയും വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ടുമില്ല. പ്രമേയത്തിലും ഉള്ളടക്കത്തിലും ഉചിതമായ മാറ്റങ്ങൾ വേണമെന്ന എന്റെ അഭിപ്രായത്തെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും അഭിനേതാക്കളായ നിങ്ങൾ പ്രത്യേകിച്ചും സ്വാഗതം ചെയ്യുകയും പൂർണ്ണമായും പിന്തുണയ്ക്കുകയുമല്ലേ യഥാർത്ഥത്തിൽ വേണ്ടത്. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ശരിക്കും നിങ്ങൾ തൃപ്തരാണോ? ഇത് ഇങ്ങനെ തന്നെ തുടർന്നാൽ മതിയോ? ഒരു മാറ്റവും ഉണ്ടാകേണ്ടേ? നിങ്ങളിൽ നിരവധി പേർ നേരിട്ടും അല്ലാതെയും ഇക്കാര്യത്തിൽ എനിക്ക് പിന്തുണ അറിയിച്ചതിന് അഭിമാനപൂർവ്വം നന്ദി പറയുന്നു. ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയും ആശയ രൂപീകരണം സാധ്യമാകുന്നിടത്താണ് ജനാധിപത്യം സൗന്ദര്യപൂർണ്ണമാകുന്നത്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ആത്മ ചൂണ്ടിക്കാട്ടിയതുപോലെ ചാനലുകൾ ഉൾപ്പെടെ എല്ലാവരും ഒന്നിച്ചിരുന്ന് വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാകണം. അത്തരം ക്രിയാത്മകമായ ചർച്ചകൾക്കും സംവാദത്തിനും എപ്പോഴും ഞാൻ തയ്യാറാണ്. ആരും എന്റെ ശത്രുക്കളല്ല. നിങ്ങൾ ശത്രുപക്ഷത്ത് നിർത്തേണ്ട ഒരാളുമല്ല ഞാൻ. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന നിങ്ങളുടെ കുടുംബാംഗം തന്നെയാണ് ഞാൻ. എന്റെ അഭിപ്രായങ്ങളും നിലപാടുകളും തികച്ചും സത്യസന്ധമാണ്. ഹൃദയത്തിൽ തട്ടിയാണ് ഞാനത് പറഞ്ഞത്. ഇനിയും അത് പറയുക തന്നെ ചെയ്യും. എന്നെ നിശബ്ദനാക്കാമെന്ന് ആരും കരുതുകയും വേണ്ട, പ്രേംകുമാർ കുറിച്ചു. കളർ കോഡ് വാഹനാപകടത്തിൽ വിദ്യാർത്ഥികൾക്ക് വാഹനം വിട്ടു നൽകിയ കാറുടമയ്ക്കെതിരെ കേസെടുത്തു. കാക്കാടം സ്വദേശി ഷാമിൽ ഖാനെതിരെയാണ് എൻഫോഴ്സ്മെന്റ് RTO കേസെടുത്തത്. സ്വകാര്യ വാഹനമായി രജിസ്റ്റർ ചെയ്ത KL 29C 1177 ഷെവർലെറ്റ് ടവേര വാഹനം ടാക്സി എന്ന നിലയിൽ വാടകയ്ക്ക് നൽകിയതിലാണ് മോട്ടോർ വാഹന വകുപ്പ് പ്രകാരം കേസെടുത്തത്. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥി ഗൗരി ശങ്കറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. പരിചയത്തിന്റെ പേരിലാണ് വാഹനം വിട്ടു നൽകിയതെന്നാണ് ഷാമിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഇത് കളവായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഗൗരി ശങ്കറിന്റെ ഗൂഗിൾ പേയിൽ നിന്ന് 1000 രൂപ ഷാമിലിന് ലഭിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു.
ഷാമിൽ വർഷങ്ങളായി വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുന്നതാണെന്നും ഇതിനായി ഒന്നിൽ കൂടുതൽ വാഹനങ്ങൾ ഇയാൾക്കുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. വാഹനം ഷാമിൽ ഖാന്റെ അടുത്തുനിന്ന് വാടകയ്ക്ക് എടുക്കുകയായിരുന്നെന്നും വാടകയായാണ് 1000 രൂപ ഗൂഗിൾ പേ ചെയ്തതെന്നുമുള്ള ഗൗരി ശങ്കറിന്റെ മൊഴിയും നിർണായകമായി. അപകടത്തിൽ മരിച്ച കണ്ണൂർ സ്വദേശി മുഹമ്മദ് അബ്ദുൾ ജബ്ബാറുമായുള്ള സൗഹൃദം കൊണ്ടാണ് വാഹനം സിനിമയ്ക്ക് പോകാൻ നൽകിയെന്നാണ് ഷാമിൽ ഖാൻ മോട്ടോർ വാഹന വകുപ്പിനോടും പോലീസിനോടും പറഞ്ഞത്. എന്നാൽ ഉദ്യോഗസ്ഥർ മൊഴി പൂർണ്ണമായും വിശ്വസിച്ചിരുന്നില്ല. ഇതിനെ തള്ളിയാണ് ഗൗരി ശങ്കർ മൊഴി നൽകിയത്. വാഹനമോടിച്ചപ്പോൾ എന്തോ കുഴപ്പമുള്ളതുപോലെ തോന്നിയെന്നും ഗൗരി ശങ്കറിന്റെ മൊഴിയിലുണ്ട്. ഷാമിൽ ഖാൻ വാഹനങ്ങൾ വാടകയ്ക്ക് നൽകാറുണ്ട്. എന്നാൽ ഇയാൾക്ക് റെഡ് ക്യാബ് ലൈസൻസ് ഇല്ല. സ്വകാര്യ രജിസ്ട്രേഷനുള്ള വാഹനം റെന്റിന് നൽകുന്നതായും ടാക്സി സർവീസിന് ഉപയോഗിക്കുന്നതും നിയമവിരുദ്ധമാണ്. വാഹനത്തിന്റെ കാലപ്പഴക്കം അപകടത്തിന്റെ വ്യാപ്തി കൂട്ടാൻ ഇടയാക്കിയെന്നാണ് പോലീസിന്റെ നിഗമനം. ഇയാളുടെ മറ്റു വാഹനങ്ങളുടെ വിവരങ്ങളും മോട്ടോർ വാഹന വകുപ്പ് ശേഖരിച്ചിട്ടുണ്ട്. ഡിസംബർ 2-നാണ് ആലപ്പുഴ കളർകോട് കാർ KSRTC ബസ്സിലേക്ക് ഇടിച്ചുകയറി 6 വിദ്യാർത്ഥികൾ മരിച്ചത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ 1-ാം വർഷ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. 4 വിദ്യാർത്ഥികൾ ചികിത്സയിലാണ്. താലൂക്ക് തലത്തിൽ പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള അദാലത്തുകൾക്ക് കണ്ണൂർ ജില്ലയിൽ ഡിസംബർ 9-ന് തുടക്കമാവുമെന്ന് രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 5 താലൂക്കുകളിലും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, കർഷകക്ഷേമ വകുപ്പ് മന്ത്രി P. പ്രസാദ്, പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു എന്നിവർ അദാലത്തിന് നേതൃത്വം നൽകും. കണ്ണൂർ താലൂക്ക് അദാലത്ത് ഡിസംബർ 9 തിങ്കളാഴ്ച രാവിലെ 10 മുതൽ കണ്ണൂർ താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നടക്കും. തലശ്ശേരി താലൂക്ക് അദാലത്ത് ഡിസംബർ 10 ചൊവ്വാഴ്ച രാവിലെ 10 മുതൽ തലശ്ശേരി കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിലാണ്. തളിപ്പറമ്പ് താലൂക്ക് അദാലത്ത് ഡിസംബർ 12 വ്യാഴാഴ്ച രാവിലെ 10 മുതൽ തളിപ്പറമ്പ് മിനി സിവിൽ സ്റ്റേഷൻ വളപ്പിലും, പയ്യന്നൂർ താലൂക്ക് അദാലത്ത് ഡിസംബർ 13 വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിലും നടക്കും. ഇരിട്ടി താലൂക്ക് അദാലത്ത് ഡിസംബർ 16 തിങ്കളാഴ്ച രാവിലെ 10 മുതൽ ഇരിട്ടി തന്തോട് സെന്റ് ജോസഫ് ചർച്ച് ഹാളിലാണ്. കലക്ടറേറ്റിലെയും ബന്ധപ്പെട്ട താലൂക്കിലെയും പരാതിയുമായി ബന്ധപ്പെട്ട വകുപ്പിലെയും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാകും അദാലത്ത്. പരാതികൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഡിസംബർ 6 ആയിരുന്നു. പരാതികൾ അക്ഷയ കേന്ദ്രത്തിലും താലൂക്ക് ഓഫീസുകളിലും കരുതൽ പോർട്ടൽ ഓൺലൈനായുമാണ് സ്വീകരിച്ചത്. അദാലത്ത് ദിവസം പുതിയ പരാതികൾ സ്വീകരിക്കാൻ സംവിധാനം ഏർപ്പെടുത്തും. ഇരിട്ടി 126, കണ്ണൂർ 240, പയ്യന്നൂർ 135, തളിപ്പറമ്പ് 154, തലശ്ശേരി 158 എന്നിങ്ങനെ ആകെ 813 പരാതികളാണ് ജില്ലയിൽ ഇതുവരെ ലഭിച്ചത്. പരാതികൾ അതത് വകുപ്പുകൾക്ക് അയച്ചുകൊടുത്ത് നടപടികൾ അദാലത്തിൽ റിപ്പോർട്ട് ചെയ്യും. പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിന് സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഇതിന്റെ ഭാഗമായി വിവിധ തലങ്ങളിൽ പല ഘട്ടങ്ങളിൽ അദാലത്തുകൾ സംഘടിപ്പിച്ചിരുന്നു. മന്ത്രിസഭയുടെ 2-ാം വാർഷികത്തോടനുബന്ധിച്ച് 2023 ഏപ്രിൽ മെയ് മാസങ്ങളിൽ താലൂക്ക് ആസ്ഥാനങ്ങളിൽ കരുതലും കൈത്താങ്ങും എന്ന പേരിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പരാതി പരിഹാര അദാലത്ത് നടത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സമാനമായ പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ KV സുമേഷ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി, ജില്ലാ കളക്ടറുടെ ചുമതലയുള്ള ADM ശ്രീ പത്മചന്ദ്ര കുറിപ്പ് എന്നിവരും പങ്കെടുത്തു. ഉന്നത വിദ്യാഭ്യാസ പ്രദർശനം മിനി ദിശ 2024-ന് തുടക്കമായി. കണ്ണൂർ വിദ്യാഭ്യാസ ജില്ല സംഘടിപ്പിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ പ്രദർശനം മിനി ദിശ 2024-ന് കണ്ണൂർ ഗവൺമെന്റ് ടൗൺ ഹയർ സെക്കൻഡറി സ്കൂളിൽ രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളാണ് രാഷ്ട്രത്തിന്റെ മൂലധന നിക്ഷേപമെന്ന് മന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് ദിശാബോധം ഉണ്ടാക്കുകയാണ് മിനി ദിശ 2024-ന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളമെന്റ് കൗൺസിലിംഗ് സെൽ വിദ്യാർത്ഥി കേന്ദ്രീകൃത പദ്ധതിയുടെ ഭാഗമായി മാറിവരുന്ന തൊഴിൽ സാധ്യതകളെക്കുറിച്ചും വിവിധ കോഴ്സുകളെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുന്നതിനാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കീഴിലും പൊതുമേഖലയിലും പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ ഒരുക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ അഭിരുചി മനസ്സിലാക്കുന്നതിന് സൗജന്യ KDAT ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് പരീക്ഷയും സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ കൗൺസിലർ PV ജയസൂര്യൻ അധ്യക്ഷനായി. കണ്ണൂർ RDDR രാജേഷ് കുമാർ വിശിഷ്ടാതിഥിയായി. CG&AC സ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ CM അസീം, ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ MK അനൂപ് കുമാർ, ജില്ലാ ഉപവിദ്യാഭ്യാസ ഓഫീസർ KP നിർമ്മല, സ്കൂൾ പ്രിൻസിപ്പൽ V ശ്രീജ, PTA പ്രസിഡന്റ് M ഫൈസൽ,
CG and AC ജില്ലാ കോർഡിനേറ്റർ ആർ റീജ, ജോയിന്റ് കോർഡിനേറ്റർ എം രാജേഷ്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഡോക്ടർ KR രാജേഷ് ബാബു എന്നിവർ സംസാരിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, പുതിയ ട്രെൻഡുകൾ, എന്റർപ്രണർഷിപ്പ്, UG വിദ്യാഭ്യാസത്തിലെ പുതിയ പ്രവണതകൾ, വിദേശ വിദ്യാഭ്യാസം, പ്രധാന പ്രവേശന പരീക്ഷകൾ തുടങ്ങിയ വിഷയങ്ങളിൽ അൻവർ മുട്ടാഞ്ചേരി, ഡോക്ടർ TK പ്രസാദ്, ആഷിദ് പുഴക്കൽ എന്നിവർ ക്ലാസ് എടുത്തു. ഡിസംബർ 7 വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P ഇന്ദിര ഉദ്ഘാടനം ചെയ്യും. SLCക്ക് ശേഷമുള്ള തൊഴിലവസരങ്ങൾ, പൊതുമേഖലയിലെ തൊഴിൽദാതാക്കൾ, ഹ്രസ്വകാല കോഴ്സുകൾ, സിവിൽ സർവീസസ് തുടങ്ങിയ വിഷയങ്ങളിൽ OV പുരുഷോത്തമൻ, R രാജീവൻ, പ്രദീപ് G നായർ, K ശിവകുമാർ എന്നിവർ ക്ലാസ് എടുക്കും. തലശ്ശേരി വിദ്യാഭ്യാസതല ദിശ എക്സ്പോ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. ഇന്ത്യൻ നേവി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂർ, എക്സൈസ്, പോലീസ്, പോളിടെക്നിക്, ലോ കോളേജ് കണ്ണൂർ യൂണിവേഴ്സിറ്റി, CGAC അടക്കം 25ഓളം സ്റ്റാളുകൾ തുടങ്ങി. കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ദിശാബോധം നൽകുന്നുണ്ട്. SLCക്ക് ശേഷം എന്ത്, ഷോർട്ട് ടൈം കോഴ്സുകൾ, സിവിൽ സർവീസ് അവസരങ്ങൾ, എൻട്രൻസ് പരീക്ഷകൾ എന്നീ വിഷയങ്ങളിൽ മോഹൻ ജോർജ്, അഭിലാഷ് നാരായണൻ, P ശിവകുമാർ, റമീസ് പാറാൽ എന്നിവർ സെമിനാർ നയിച്ചു. അഭിരുചി പരീക്ഷയിൽ നിരവധി പേർ പങ്കെടുത്തു. CGAC തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ മനീഷ് C സ്വാഗതം ആശംസിച്ചു. ജനറൽ കൺവീനർ പ്രിൻസിപ്പൽ KT റീന ഭാസ്കർ മുഖ്യപ്രഭാഷണം നടത്തി. ഹെഡ്മാസ്റ്റർ KV മനോജ് ആമുഖ പ്രഭാഷണം നടത്തി. PTA പ്രസിഡന്റ് K സുനിൽ അധ്യക്ഷനായി. രമ്യ CM നന്ദി പ്രകാശിപ്പിച്ചു. ദിശയുടെ ഔപചാരികമായ ഉദ്ഘാടനം മട്ടന്നൂർ MLA KK ശൈലജ ടീച്ചർ നാളെ നിർവഹിക്കും. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. കൂടാളിയിലെ എല്ലാ ക്ലാസ് മുറികളിലും സയൻസ് കലണ്ടർ. കടലാസു കലണ്ടറിനെ ഫോണുമായും ഇന്റർനെറ്റ് വഴി വിജ്ഞാനത്തിന്റെ വിശാല ലോകവുമായും ബന്ധിപ്പിച്ച സയൻസ് കലണ്ടർ കൂടാളിയിലെ മുഴുവൻ ക്ലാസ് മുറികളിലും. പഞ്ചായത്തിലെ 15 സ്കൂളുകളിലെ 206 ക്ലാസ് മുറികളിലും പഞ്ചായത്ത് ശാസ്ത്രോത്സവം പദ്ധതിയുടെ ഭാഗമായാണ് കലണ്ടർ വിതരണം ചെയ്യുന്നത്. പഞ്ചായത്ത് തല ഉദ്ഘാടനം തിങ്കളാഴ്ച 9:30 കൂടാളി UP സ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഷൈമ നിർവഹിക്കും. UP സ്കൂളിലെ 15 ക്ലാസ് മുറികളിൽ എഴുത്തോല അക്കാദമിയാണ് കലണ്ടർ സ്പോൺസർ ചെയ്യുന്നത്. കലണ്ടറിലെ ഓരോ താളിലെയും മുഖ്യ ചിത്രങ്ങൾ ഭൂമിയിലെ ജീവപരിണാമത്തിന്റെ കഥയിലെ 12 നാഴികക്കല്ലുകളുടേതാണ്. 450 കോടി വയസ്സായ ഭൂമിയിലെ ജീവനു പ്രായം 400 കോടി കൊല്ലം. ആ മനുഷ്യപരിണാമത്തിന്റെ ചെറിയ കാലമൊഴികെയുള്ള 400 കോടി കൊല്ലത്തെ ജീവന്റെ കഥ ഒരു നിത്യോപയോഗ വസ്തുവായ കലണ്ടറിലൂടെ പറയുകയാണ്. പരിണാമത്തെ ലളിതമായും ഫലപ്രദമായും സാധാരണ ജനങ്ങളിലേക്ക്, വിശേഷിച്ച് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുകയാണ് സയൻസ് കലണ്ടർ. ശാസ്ത്രബോധമുള്ള സമൂഹത്തെ വാർത്തെടുക്കാനായി 1962 മുതൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ജനകീയ ശാസ്ത്ര പ്രസ്ഥാനമായ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ലൂക്ക സയൻസ് പോർട്ടലാണ് ഈ നൂതനാശയം ജനങ്ങളിൽ എത്തിക്കുന്നത്. ഈ കലണ്ടറിൽ എല്ലാ താളിലും അതതു മാസം പറയുന്ന പരിണാമഘട്ടവുമായി ബന്ധപ്പെട്ട പ്രധാന കണ്ടുപിടുത്തം നടത്തിയ ഓരോ ശാസ്ത്രജ്ഞരുടെ പടവും വിവരവുമുണ്ട്. അതതു മാസത്തെ ജ്യോതിശാസ്ത്ര സംഭവങ്ങൾ ഈ മാസത്തെ ആകാശം എന്ന പേരിൽ ചേർത്തിട്ടുണ്ട്. ഇവയിൽ ഒതുങ്ങുന്നില്ല കലണ്ടർ. ഓരോ താളിലെയും QR കോഡ് ഫോണിൽ സ്കാൻ ചെയ്താൽ ആ താൾ പറയുന്ന പരിണാമഘട്ടത്തെ പറ്റിയുള്ള വിശദമായ ലേഖനങ്ങളുമുണ്ട്. ശാസ്ത്ര ചരിത്രത്തിൽ ആ മാസം ഓരോ ദിവസവും ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ, ഇന്നത്തെ ആകാശം, ലൂക്ക ടോക്ക്, പ്രതിമാസ ക്വിസ്, പസിൽ, കുട്ടി ലൂക്ക, കോഴ്സ് ലൂക്ക, ലൂക്കയോട് ചോദിക്കാം എന്നിങ്ങനെ അറിവിന്റെ വിശാലമായ ഒരു ലോകമാണ് QR കോഡ് തുറന്നു തരുന്നത്. പഞ്ചായത്ത് തല വിതരണോദ്ഘാടനത്തിനു ശേഷം പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ മുഴുവൻ സ്കൂളുകളിലും കലണ്ടർ വിതരണം നടത്തും. ശാസ്ത്രോത്സവ പരിപാടിയുടെ ഭാഗമായി സ്കൂളുകളിൽ നടക്കുന്ന ശാസ്ത്ര ക്വിസ് മത്സരത്തിന്റെ ജനുവരി മാസത്തെ മത്സരം ശാസ്ത്ര കലണ്ടർ അധികരിച്ചായിരിക്കും. കണ്ണൂർ നഗരപാത വികസന പദ്ധതിയുടെ 1ാം ഘട്ടം 1 മാസത്തിനകം ടെൻഡറാവുമെന്ന് രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, KV സുമേഷ് MLA എന്നിവർ കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുനീശ്വരൻ കോവിൽ ജംഗ്ഷനിൽ തുടങ്ങി ഓഫീസേഴ്സ് ക്ലബ്ബ് ജംഗ്ഷൻ, പോലീസ് ക്ലബ്ബ് ജംഗ്ഷൻ, ആശീർവാദ് ജംഗ്ഷൻ, പ്ലാസ ജംഗ്ഷൻ വഴി മുനീശ്വരൻ കോവിൽ ജംഗ്ഷനിൽ അവസാനിക്കുന്ന ഇന്നർ റിംഗ് റോഡ്, ഓഫീസേഴ്സ് ക്ലബ്ബ് ജംഗ്ഷനിൽ തുടങ്ങി SPCA ജംഗ്ഷൻ, മഹാത്മാ ജംഗ്ഷൻ, കാൽടെക്സ് സർക്കിൾ വഴി പോലീസ് ക്ലബ്ബ് ജംഗ്ഷനിൽ അവസാനിക്കുന്ന പട്ടാളം റോഡ്, താലൂക്ക് ഓഫീസ് റോഡ്, സിവിൽ സ്റ്റേഷൻ റോഡ്, SPCA ജംഗ്ഷനിൽ തുടങ്ങി AKG ആശുപത്രി ജംഗ്ഷനിൽ അവസാനിക്കുന്ന ജയിൽ റോഡ് എന്നീ 3 റോഡുകളാണ് 1ാം ഘട്ടത്തിലുള്ളത്. ഈ ഘട്ടത്തിൽ സ്ഥലമെടുപ്പ് ആവശ്യമില്ല. ആകെ ദൂരം 5.05 കിലോമീറ്റർ. ഇതിനായി 16 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്.
ഈ റോഡുകളുടെ സൗന്ദര്യവൽക്കരണമാണ് പ്രധാനമായും നടപ്പാക്കുക. റെയിൽവേ വെള്ളക്കെട്ടിന് പരിഹാരമുണ്ടാക്കും. 11 റോഡുകൾ ഉൾപ്പെടുന്ന പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിലുമായി 8 റോഡുകളാണുള്ളത്. 4 റോഡുകൾ ഉൾപ്പെടുന്ന രണ്ടാം ഘട്ടത്തിന്റെ സ്ഥലമെടുപ്പ് 2025 ജൂൺ മാസം പൂർത്തിയാക്കും. മന്ന ജംഗ്ഷൻ താഴെ ചൊവ്വ 9.325 കിലോമീറ്റർ, പൊടിക്കുണ്ട് കൊറ്റാളി 1.44 കിലോമീറ്റർ, തയ്യിൽ തെഴുക്കില പിടിക 1.65 കിലോമീറ്റർ എന്നിവയാണ് രണ്ടാം ഘട്ടത്തിലെ റോഡുകൾ. ചാലാട് കുഞ്ഞിപ്പള്ളി റോഡ്, പുതിയ തെരു കണ്ണോത്തുംചാൽ റോഡ്, കക്കാട് മുണ്ടയാട് റോഡ്, ഫ്ലാസ് ജംഗ്ഷൻ JTS റോഡ് എന്നിവയാണ് മൂന്നാം ഘട്ടത്തിലെ റോഡുകൾ. ആകെ 21 കിലോമീറ്റർ. കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനും ചിറക്കൽ പഞ്ചായത്തും ഉൾപ്പെടുന്നതാണ് പദ്ധതി പ്രദേശം. കണ്ണൂർ നഗരപാത വികസന പദ്ധതിയുടെ അവലോകന യോഗം മന്ത്രിയുടെയും MLAയുടെയും സാന്നിധ്യത്തിൽ കണ്ണൂർ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ ചേർന്നു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസും ചർച്ച നടത്തി. കേരളത്തിന്റെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് വളരെ അനുകൂലമായ സമീപനമാണ് നിതിൻ ഗഡ്കരി സ്വീകരിച്ചതെന്ന് മന്ത്രി റിയാസ് ഫേസ്ബുക്കിൽ കുറിച്ചു. ദേശീയപാത വികസനത്തിനായി സ്ഥലം ഏറ്റെടുത്ത വകയിൽ കേരളം മുടക്കിയ തുക സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്നും ഒഴിവാക്കുന്നത് കേന്ദ്ര ധനമന്ത്രിയുമായി ചർച്ച ചെയ്യാമെന്ന് നിതിൻ ഗഡ്കരിയുടെ ഉറപ്പ് നൽകിയിരുന്നു. രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാൻസിന്റെ അനുബന്ധ ചോദ്യത്തിന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ദേശീയപാതയ്ക്ക് സ്ഥലം ഏറ്റെടുക്കുന്നതിന് 6000 കോടിയോളം രൂപ കേരളം ചെലവഴിച്ചിട്ടുണ്ട്. മിക്ക സംസ്ഥാനങ്ങളും ദേശീയപാത വികസനത്തിന് പണം സംഭാവന ചെയ്യാത്തപ്പോഴാണിത്. ഈ തുക കടമെടുപ്പ് പരിധിയിൽ നിന്നും ഒഴിവാക്കിയാൽ കേരളത്തിന് കൂടുതൽ പണം വിനിയോഗിക്കാൻ കഴിയുമെന്ന് ബ്രിട്ടാസ് രാജ്യസഭയിൽ പറഞ്ഞു. തന്റെ വകുപ്പുമായി നേരിട്ട് ബന്ധപ്പെടുന്നതെങ്കിലും നല്ല ആശയം എന്ന നിലയ്ക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി ചർച്ച ചെയ്യാമെന്ന് ഗഡ്കരി പ്രതികരിച്ചു. അനുബന്ധ ഭൂമി ഏറ്റെടുക്കലിനും കേരള സർക്കാരിന്റെയും പിണറായി വിജയന്റെയും പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് ഗഡ്കരി അഭിപ്രായപ്പെട്ടു. അതേസമയം 80% കൂടുതൽ നിർമ്മാണ പുരോഗതി കൈവരിച്ച തലപ്പാടി ചെങ്കള കോഴിക്കോട് ബൈപ്പാസ്, രാമനാട്ടുകര വളാഞ്ചേരി കാപ്പിരിക്കാട് സ്ട്രെച്ചുകൾ മാർച്ച് 31 മുമ്പ് പൂർത്തീകരിക്കുമെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചു. ദേശീയപാത 66 നിർമ്മാണ പുരോഗതികൾ വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. സന്നിധാനത്ത് കൂട്ടം തെറ്റിയലഞ്ഞ കുഞ്ഞിന് തുണയായി പോലീസിന്റെ റിസ്റ്റ് ബാൻഡ്. ശബരിമലയിലെ തിരക്കിൽ കുരുങ്ങിയ ഊട്ടി സ്വദേശിനിയായ ശിവാർത്തികയാണ് പോലീസും റിസ്റ്റ് ബാൻഡും തുണയായത്. തിരക്കിൽ പരിഭ്രമിച്ച് പിതാവിന് തിരഞ്ഞു നടന്ന കുഞ്ഞിനെ സിവിൽ പോലീസ് ഓഫീസറായ അക്ഷയും തൃശൂർ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിലെ CPO ശ്രീജിത്തുമാണ് കണ്ടത്. തുടർന്ന് ശിവാർത്തികയുടെ റിസ്റ്റ് ബാൻഡിൽ രേഖപ്പെടുത്തിയിരുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് അച്ഛൻ വിഘ്നേഷിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. ഇത്തരത്തിൽ നിരവധി കുട്ടികൾക്കാണ് പോലീസിന്റെ പുതിയ സംവിധാനം ആശ്വാസമാകുന്നത്. 10 വയസ്സ് താഴെയുള്ള 5000-ലധികം കുട്ടികൾക്കാണ് പോലീസ് ഇതുവരെ റിസ്റ്റ് ബാൻഡ് നൽകിപ്പിച്ചത്. പമ്പയിൽ നിന്നും വനിതാ പോലീസിന്റെ നേതൃത്വത്തിലാണ് കരുതൽ നടപടി. വയോധികർ, തീവ്ര ഭിന്നശേഷിക്കാർ എന്നിവർക്കും കൂട്ടം തെറ്റിയാൽ ഒപ്പമുള്ളവരുടെ അടുത്തെത്താൻ പോലീസ് നെക്ക് ബാൻഡ് ധരിപ്പിക്കുന്നുണ്ട്. പേര്, സ്ഥലം, ഒപ്പമുള്ളയാളുടെ ഫോൺ നമ്പർ എന്നിവയാണ് റിസ്റ്റ് ബാൻഡിൽ രേഖപ്പെടുത്തുന്നത്. കുട്ടികളടക്കം പ്രതിദിനം 500-ലധികം പേർക്ക് ബാൻഡ് ധരിപ്പിക്കുന്നതായി പോലീസ് അറിയിച്ചു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന തീർത്ഥാടകർക്കാണ് ഈ സംവിധാനം വലിയ സഹായമാകുന്നത്. CPIM മട്ടന്നൂർ ഏരിയ സമ്മേളനത്തിന് കൊടിയേറി. പതാക കൊടിമര ജാഥകൾ നായാട്ടുപാറ സംഗമിച്ച് പൊതുസമ്മേളന നഗരിയായ തുളച്ചിക്കിണറിലേക്ക് നീങ്ങി. സീതാറാം യെച്ചൂരി നഗറിൽ സംഘാടക സമിതി ചെയർമാൻ CM സുരേന്ദ്രൻ പതാക ഉയർത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം T പുരുഷോത്തമൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ NV ചന്ദ്രബാബു, CV ശശീന്ദ്രൻ, MV സരള, ഏരിയ സെക്രട്ടറി M രതീഷ്, ജനറൽ കൺവീനർ രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. K ഭാസ്കരൻ നയിച്ച കൊടിമര ജാഥ തിലങ്കേരി രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് P പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. KC മനോജ് നയിച്ച പതാക ജാഥ പഴശ്ശി രക്തസാക്ഷി മണ്ഡപത്തിൽ NV ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു.
ബിജു ടി, കെ സി രാജേഷ് എന്നിവരുടെ രക്തസാക്ഷി കുടീരത്തിൽ നിന്നുള്ള ദീപശിഖ റെഡ് വളണ്ടിയർമാരുടെ അത്ലറ്റുകളും സമ്മേളന നഗരിയിലെത്തിച്ചു. പ്രതിനിധി സമ്മേളനം കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ പട്ടാനൂർ KPC ഹയർ സെക്കൻഡറി സ്കൂൾ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ച പ്രകടനവും വളണ്ടിയർ മാർച്ചും തുടർന്ന് ചേരുന്ന പൊതുയോഗം കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ ഉദ്ഘാടനം ചെയ്യും. വൻകുളത്തുവയൽ ടൗൺ സൗന്ദര്യവൽക്കരണം 1ാം ഘട്ടം പൂർത്തിയായി. അഴീക്കോട് മണ്ഡലത്തിലെ വൻകുളത്തുവയൽ ടൗണിന്റെ സൗന്ദര്യവൽക്കരണ പ്രവൃത്തികളുടെ 1ാം ഘട്ടം പൂർത്തീകരണ ഉദ്ഘാടനം രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. സൗന്ദര്യമുള്ള മനസ്സുകൾക്ക് മാത്രമേ സൗന്ദര്യവൽക്കരണം നടപ്പിലാക്കാൻ കഴിയൂ എന്നും ഗ്രാമങ്ങൾ അവയുടെ തനിമ കാത്തുസൂക്ഷിക്കണമെന്നും മന്ത്രി പറഞ്ഞു. KV സുമേഷ് MLA അധ്യക്ഷനായി. അഴീക്കോടിന്റെ ഹൃദയഭാഗമായ വൻകുളത്തുവയൽ ടൗണിന്റെ മുഖച്ഛായ മാറ്റുന്ന പ്രവൃത്തികളാണ് സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ഘട്ടങ്ങളായി നടപ്പാക്കുന്നതെന്ന് MLA പറഞ്ഞു. KV സുമേഷ് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 1ാം ഘട്ട പ്രവൃത്തികൾ നടത്തിയത്. 2ാം ഘട്ട പ്രവൃത്തിക്കായി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ആദ്യഘട്ട സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി വൻകുളത്തുവയൽ ടൗണിന്റെ റോഡിനിരുഭാഗവും നടപ്പാത നിർമ്മിച്ച് കൈവരികൾ സ്ഥാപിച്ചു. തകർന്ന ഓവുചാലുകൾ പുനർനിർമ്മിച്ചു. വ്യാപാരി വ്യവസായ സമിതിയുടെ സഹായത്തോടെ നടപ്പാതയ്ക്ക് സമീപം ചെടിച്ചട്ടികൾ സ്ഥാപിച്ചു. 2ാം ഘട്ടത്തിൽ വൻകുളത്തുവയൽ മുതൽ ഓലടത്താഴ വരെ റോഡിനിരുവശവും കോൺക്രീറ്റ് നടപ്പാത നിർമ്മിക്കും. ലൈറ്റുകൾ സ്ഥാപിക്കാനും ആലോചിക്കുന്നുണ്ട്. 3ാം ഘട്ട സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി വൻകുളത്തുവയൽ മുതൽ പൂതപ്പാറ വരെ കോൺക്രീറ്റ് നടപ്പാത ഒരുക്കും. ചടങ്ങിൽ അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. അജീഷ്, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ അഡ്വക്കേറ്റ് T. സരള, കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC ജിഷ, വൈസ് പ്രസിഡന്റ് അബ്ദുൾ നിസാർ വായ്പറമ്പ്, അഴീക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A. റീന, സ്ഥിരം സമിതി അധ്യക്ഷരായ K. ഗിരീഷ് കുമാർ, T. മുഹമ്മദ് അഷ്റഫ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ P. പ്രസീത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CS സജീവൻ, അഴീക്കോട് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ K. മഹിജ, സ്കൂൾ ലീഡർ മയൂഖ, അഴീക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് K. സുനിൽ കുമാർ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി EP അബ്ദുള്ള, വെവി ഉഷ, P. രഘുനാഥ്, T. മോഹനൻ, KP മുഹമ്മദ് ഹാരിസ്, PV അരുണാക്ഷൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. 1ാം ഘട്ടം പൂർത്തീകരണത്തിന് മന്ത്രിയെ ഘോഷയാത്രയായി ആനയിച്ചു. 50 ലക്ഷം രൂപ ഔപചാരികമായി ശ്രീരാമചന്ദ്ര